പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കെഴുതിയ എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 17 മുതൽ 18 വരെ തിരുവചനങ്ങൾ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. പലപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളുന്നത് നമ്മുടെ തന്നെ നേട്ടങ്ങളെക്കുറിച്ചോ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഉയർച്ചയെക്കുറിച്ചോ ആയിരിക്കും. മാതാപിതാക്കൾ മക്കളുടെ ഉയർച്ചയിൽ അഭിമാനം കൊള്ളുന്നത് പോലെയാണ് അത്. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് പുതിയൊരു തിരിച്ചറിവ് നമുക്ക് തരികയാണ്. നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് കർത്താവിൽ ആണെന്നുള്ള തിരിച്ചറിവ്. സിയന്നയിലെ വിശുദ്ധ കാതറിൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ദൈവം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു, നിങ്ങളോട് ക്ഷമിക്കുന്നു എന്നതിനെക്കുറിച്ച് ആയിരിക്കണം നിങ്ങൾ അഭിമാനം കൊള്ളേണ്ടത്. ഇപ്രകാരം അഭിമാനം കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളിൽ സൗഖ്യം ആരംഭിക്കുന്നത്. പലരും നമ്മളെ പ്രശംസിക്കുമ്പോഴും അഭിനന്ദിക്കുമ്പോഴും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അഭിനന്ദനങ്ങളും പ്രശംസയും ഈ ലോകത്തിലല്ല എന്ന് തിരിച്ചറിയാം. കർത്താവ് പ്രശംസിക്കുന്നവരെയാണ് തിരുവചനം സ്വീകാര്യരായവർ എന്ന് വിളിച്ചത്. നമ്മുടെയും ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വാസവും കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മളെയും പ്രശംസിക്കുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മുടെ തന്നെ നേട്ടങ്ങളെ കൊടുക്കാം, കഴിവുകളെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.